என்ன ஒரு சிரிப்பு? ഹേയ് ഒന്നുമില്ല. ഒന്നും இல்லையா? ഒന്നും ഇല്ലെന്നേ. ഒന്നും ഇല്ലാத മാതിരി തെரியலையே. സാധാരണ ഇങ്ങോട്ട് വിളിക്കാത്തതാ, പിന്നെ എന്തോ പറ്റിയോ എന്തോ. സാധാരണ വിളിക്കാത്തതാ? யாரு கூப்பிட்டாங்க? പിള്ളേരുടെ അപ്പൂപ്പൻ. പിള്ളേരുടെ അപ്പൂപ്പൻ പടവലത്തെ அப்பா தானே கூப்பிட்டாங்க. அதுக்கு இவ்ளோ சிரிப்பா? അതല്ലേ രസം. സാധാരണ ഇങ്ങോട്ട് വിളിക്കാത്തതാ, വിളിച്ചാ തന്നെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ടങ്ങ് വെക്കും. ഇപ്പം ഒരുപാട് കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചിട്ട് കടുപ്പിച്ചൊരു ചോദ്യം. നീ എന്താ ഇപ്പൊ എന്നെ വിളിക്കാത്തത്? നീ വിളിക്കുമെന്നും പറഞ്ഞോണ്ട് ഞാൻ നോക്കി ഇരുന്നല്ലോന്ന്. ஐயடா, அது என்ன தெரியுமா? அவருக்கு ரொம்ப உங்களை மிஸ் பண்ண ஆரம்பிச்சிருக்குன்னு அர்த்தம். ഒന്ന് പോടി അവിടുന്ന്. அச்சடா, வெக்கத்தை பாரு. அழகா இருக்கு. ஆண்டி, ஜோலி எல்லாம் കഴിഞ്ഞോ? கொஞ்சம் நேரம் வேணும். ஒரு கறி கூட வைக்கணும், அவ்வளவுதான். കറിയും കൂടെ വെക്കണം? നീ കറി വെക്കണം, പിന്നെ പാത്രം കഴുകണം, പിന്നെ അടുക്കള വൃത്തിയാക്കണം, പിന്നെ തുണി അലക്കണം. ഇതെല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്ക് പാതിരാത്രിയാവും. ഇവിടുത്തെ പെണ്ണുങ്ങളുടെ അവസ്ഥ ഇത് തന്നെ. എന്തു പറ്റി? ഇവിടുത്തെ ഈ പെണ്ണിന് എന്തു പറ്റി? എന്റെ കൂടെ കളിക്കാൻ ആരെങ്കിലും വേണം. കുഞ്ഞിന്റെ കൂടെ അമ്മൂമ്മ വരാല്ലോ കളിക്കാൻ. അമ്മൂമ്മ വരുവാണെങ്കിൽ തൈലവും കൂടെ എടുത്തോ. എന്തിനാ? അമ്മൂമ്മയുടെ മുട്ടാലയില് തൈലം പരത്തി കളിക്കാൻ. അയ്യടി, അമ്മൂമ്മയ്ക്ക് ധൈര്യമൊന്നും വേണ്ട. നമ്മൾ രണ്ടുപേരോട് ഓടാൻ പോയാലേ ഞാനേ ജയിക്കത്തുള്ളൂ. അത് ശരിയായിരിക്കും. അമ്മേനെയും കൂടെ ഓടാൻ പോയാലേ അമ്മയെ ജയിക്കുള്ളൂ. കാരണം എന്താണെന്നറിയാമോ? അമ്മയുടെ മുട്ടുവേദന അമ്മ വിചാരിക്കുമ്പോഴേ വരുള്ളൂ. അതെന്നെ, ആവശ്യത്തിന് മാത്രം പുറത്തെടുക്കുന്ന ഒരു സാധനമാണ് അമ്മൂമ്മയുടെ മുട്ടുവേദന. നിങ്ങൾ എന്നെ കളിയാക്കൊന്നും വേണ്ട. എന്റെ മുട്ടിന്റെ വേദനയെ എനിക്കല്ലേ അറിയത്തുള്ളൂ. லெச்சு, கௌரி, நீங்க போய் அவ கூட விளையாடுங்க. நான் கிச்சன்ல வேலையெல்லாம் பாத்துக்கிறேன். അതെന്താ അങ്ങനെ? നീ അവരോട് മാത്രം പോയി കളിച്ചോളാൻ പറഞ്ഞത്? നമ്മൾ കളിക്കാൻ പോയാലൊക്കത്തില്ലയോ? നമ്മളെന്തോ 24 മണിക്കൂറും അടുക്കള കിടന്നു ജോലി എടുത്തോണോ? അങ്ങനെയാണെങ്കിൽ പണിയൊക്കെ ഇവിടെ കിടക്കട്ടെ, നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് കളിക്കാം. ഞാൻ റെഡി. நானும் ரெடி. അങ്ങനെയാണെങ്കിൽ ഞാനും ready. അല്ല, അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന്? അത് തന്നെ, രാവിലെ വല്ല ബാറ്ററി പിടിക്കുക, ഭയങ്കര ചാർജ്. அம்மா வந்து இன்னைக்கு ரொம்ப நல்ல மூட்ல இருக்காங்க. அப்பூப்பம் கொடுத்த சார்ஜ். ഓ, റൊമാൻറ്റിക് ഭവാനി. വെക്കത്തെ പാரு. കളിക്കാം. ആ കളിക്കാം, പക്ഷെ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കളിക്കാൻ പറ്റുന്ന വല്ല കളിയും വേണം. அப்படின்னா எனக்கு ஒரு சஜஷன் இருக்கு. கிச்சன் வேலைகள் கூட பண்ற மாதிரி ஒரு കളി കളിக்கலாம். ഞാൻ ഒരു കാര്യം ചെയ്യും, ആ അടുക്കള എടുത്ത് തോളത്ത് പോയി, അതാകുമ്പോഴേക്ക് എല്ലാത്തിനും സൗകര്യമാകും. ഈ ആന്റി ഒന്നിനും വരൂല. അങ്ങനെയാണെങ്കിൽ ഞാൻ കളി പറയട്ടാ, എല്ലാവരും കൂടെ കളിക്കാൻ പറ്റും. എന്തോ പറ. സ്റ്റാച്ചു. സ്റ്റാച്ചുവാ? അതെന്തുവാ? എന്റെ പാറു, നിന്നെ നോക്കി ഞാൻ സ്റ്റാച്ചു എന്ന് പറഞ്ഞ 5 മിനിറ്റ് നീ അനങ്ങാതെ നിൽക്കണം. ആ, അത് കൊള്ളാല. ഒന്നും കൊള്ളൂല, ഇതൊക്കെ ജാമ്പവാന്റെ അപ്പൂപ്പന്റെ കാലത്തുള്ള ഗെയിംസ്. എന്തിങ് എൽസ്, ന്യൂ ഗെയിംസ്. ലച്ചു, എനിക്കത് അങ്ങോട്ട് കിട്ടിയില്ല. എന്തോ അത് കിട്ടിയില്ലേ? കാണിച്ചുതരാം. ഫോർ എക്സാമ്പിൾ, അമ്മായി എന്നാ എനിക്കേ സ്റ്റാച്ചു. കണ്ട, ഇപ്പൊ അമ്മായി നിൽക്കുന്ന കണ്ട. ഇനി ഇതേപോലെ മിണ്ടാതെ അനങ്ങാതെ 5 മിനിറ്റ് പ്രതിമേനെ പോലെ നിൽക്കണം. അതാണ് കളി. അനിയൊക്കെ അതിനെ കളി നോക്കും. അപ്പൊ പണിഷ്മെന്റ് എന്തുവാ? പണിഷ്മെന്റ് അതൊക്കെ നമുക്ക് അപ്പൊ തീരുമാനിക്കാം. ഗോ ഗോ ഗോ, റിലീസ്. അപ്പൊ ഈ കളി തന്നെ മതി. ഈ കളി നമ്മൾ പൊളിക്കും. കളിക്കാം. ശരി, 1 2 3 go. അമ്മായി സ്റ്റാച്ചു. നിക്കണം, ഇപ്പൊ അമ്മൂമ്മ. ഈ വീട്ടിലെ
സമാധാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇതെന്താ എല്ലാരും ഇങ്ങനെ നിൽക്കണേ? ചേച്ചി മിണ്ടില്ല, അനങ്ങില്ല. എന്താ സ്റ്റാച്ചു കളിച്ചതാ എല്ലാരും കൂടിയോ? ആ കൊള്ളാലോ. കൊള്ളാല്ലേ? മൂക്ക് കളിക്കണോ? കളിക്കാം, ഞാൻ റെഡി. എന്നാ പിന്നെ തുടങ്ങിയാലോ? തുടങ്ങാം. മോടെ മുടിയല്ലെന്തോ ഇരിക്കുന്നേ? മുടി സ്റ്റാച്ചു. എല്ലാരും കൂടെ ഇവിടെ നില്ല്, ഞാൻ പോയിട്ട് വരാം. വല്ല കാര്യം ഉണ്ടായിരുന്നു ഇങ്ങോട്ട് കയറി വരണ്ട. എത്ര നേരം ഇങ്ങനെ നിക്കണം? 5 മിനിറ്റ്. അമ്മായി എനിക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടുന്നുണ്ട്, എന്ത് ചെയ്യും? 5-7 അടിച്ചു തന്നോ? ഞാൻ പേടിച്ചാ വന്നത്. സ്റ്റാച്ചു. ഞാൻ പറയട്ടെ, ഞാനൊന്ന് പറയുന്ന കേക്ക്. 1/2 മണിക്കൂറായില്ലയോ നിങ്ങളെ ഞാൻ സ്റ്റാച്ചു നിർത്തിയിട്ട്. പിള്ളേർ ഏത് സമയം വരാം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒളിച്ചൊളിച്ച് നടക്കുന്നത്. നമ്മൾ തങ്ങളുടെ ഒരു ധാരണയിൽ അങ്ങെത്താം. அந்த தாரணையெல்லாம் வேண்டாம். ரூல்ஸ்னா ரூல்ஸ் தான். கண்டிப்பா ஸ்டாச்சு நின்னுதான் ஆகணும். സ്റ്റാച്ചു. ഞാൻ ഒന്ന് പറയട്ടെ, നമ്മൾ തങ്ങളിൽ അങ്ങനെയൊക്കെ വേണോ? നമുക്കൊരു കരാറുണ്ടാക്കിയാലോ? என்ன கராறு? നമ്മൾ തമ്മിൽ സ്റ്റാച്ചു പറയാൻ പാടില്ല, അത് ആരും അറിയാനും പാടില്ല. அதெல்லாம் முடியாது. ரூல்ஸ்னா ரூல்ஸ் தான். പിന്നെ സുപ്രീം കോടതിയുടെ നിയമമല്ലോ റൂൾസ്. പറയുന്നത് കേക്ക്. முடியாது முடியாது முடியாது. நான் சீரியஸ் தான். കനകം, നമ്മൾ തമ്മിൽ അങ്ങനൊക്കെ വേണോ? கனகம் சீரியஸ் தான், அவ்வளவுதான். അമ്മൂമ്മ സ്റ്റാച്ചു. മോളെ, അതെ സ്റ്റാച്ചു അമ്മൂമ്മ. അതെ, നമ്മൾ തമ്മിലേ ഒരു കരാറുണ്ടാക്കിയാലോ? കരാറോ? സ്റ്റാച്ചു ആവ്. കനകം കണ്ണടച്ചു, കനകം കണ്ണടച്ചു. കനകാന്റി, അത് അമ്മൂമ്മന്റെ സ്റ്റാച്ചു ആവത്തെ. അതെ, ഞാൻ മോളോടൊന്ന് പറയട്ടെ. നമ്മൾ തമ്മിലേ ഒരു ധാരണ ഉണ്ടാവാം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റാച്ചു പറയണ്ട. കനകം വീണ്ടും കണ്ണടച്ചു. കനകാന്റി കണ്ണടക്കുന്നതാണോ അമ്മൂമ്മയുടെ പ്രശ്നം? അമ്മൂമ്മയുടെ സ്റ്റാച്ചു അമ്മറിട്ടായോ? മോളെ, ഞാൻ പറയട്ടെ, എനിക്ക് ഈ 5 മിനിറ്റ് ഒന്നും സ്റ്റാച്ചു ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല. ഒരു മിനിറ്റ് നിന്നാ മതിയോ? ആഹാ, അപ്പൊ നേരത്തെ ഞങ്ങളെ സ്റ്റാച്ചു ഒക്കെ നിർത്തിയപ്പോ ഒന്നും കണ്ടില്ലല്ലോ. അത് അമ്മൂമ്മ സ്റ്റാച്ചു ആവുന്നുണ്ടോ ഇല്ലയോ? മോളെ, ഞാൻ പറയട്ടെ, എനിക്ക് അത്രയും വയ്യാത്തോണ്ടല്ലേ, ഞാൻ പ്രായമായ ഒരാളല്ലയോ. ആഹാ, നേരത്തെ ഞങ്ങളെ സ്റ്റാച്ചു ഒക്കെ നിർത്തിയപ്പോ ഒരു പ്രായ അയാൾ കാണിക്കുന്ന പോലെ നല്ലല്ലോ കാണിച്ച്, ഒരു യുവതിയുടെ ചുറുചുറുക്കായിരുന്നല്ലോ. അത് അന്നേരത്തെ ഒരു ആവേശത്തിന് വന്നു പോയതാ. മോളങ്ങ് വിട്ടുകളാ. മെർലിൻ ചേച്ചി, സ്റ്റാച്ചു. பாரு ஸ்டாச்சு. മോളെ പാറു, ഞാനൊരു കാര്യം പറയാം, മോള് കേട്ടാ മതി. മുമ്പേ ഇവർ രണ്ടുപേരും എന്നോട് പറയുവാന്നേ, നമുക്ക് തമ്മിലെ ഒരു ധാരണയിലാവാം, സ്റ്റാച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ടാന്ന്. ഞാൻ പറഞ്ഞു അത് പറ്റത്തില്ല, കളിയിൽ കള്ളത്തരമൊന്നും കാണിക്കാൻ പാടില്ലെന്ന്. ഇനി ഈ സ്റ്റാച്ചു മാറി കഴിയുമ്പോഴേ അവര് ചിലപ്പോൾ വേണമെങ്കിൽ മോളോട് പറയും ഞാനാ അങ്ങനൊക്കെ പറഞ്ഞെന്ന്. മോളത് വിശ്വസിക്കല്ലേ കേട്ടോ. ചലനം 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 മാനവ ജീവിത പരിണാമത്തിൻ മയൂര സന്ദേശം. ചലനം 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 ചലനം. സ്റ്റാച്ചു കളി കാരണം വീട്ടിനകത്ത് കേറാൻ പറ്റത്തില്ലല്ലോ. ഞാനാണെങ്കിൽ അനങ്ങാതെ ഇന്ന് മടുത്ത്. ഓരോന്നൊക്കെ എവിടുന്നാ വന്ന് സ്റ്റാച്ചു പറയുന്നത് പോലും അറിഞ്ഞൂടാ. അയ്യോ അമ്മൂമ്മ,
ഇങ്ങനെ ഇരിക്കുന്നെ? ആരാ സ്റ്റാച്ചു പറഞ്ഞേ? ആരായാലും നന്നായി. ഇതെന്തൊരു ബോസ് വിമാനത്തിന് സിഗ്നൽ കാണിക്കാൻ നിൽക്കുന്നു. ചലനം 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 അമ്മമ്മേ എടിങ്കടി കടിങ്കടി 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 കടി വിപ്ലവം ജയിക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ റൂമിലേക്ക് പമ്മി പമ്മി വന്നത്. ആ അരമണിക്കൂർ കഴിഞ്ഞ് ലച്ചു നീ എന്നെ സ്റ്റാച്ചു പറഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് നീ പമ്മി പമ്മി വരുമെന്ന് എനിക്കറിയായിരുന്നു. ഈ കളിക്ക് നിന്നിടയിൽ വഴക്കുണ്ടാക്കാവുന്ന എന്നെ കൊണ്ട് വയ്യ കേട്ടാ. ശരി, വഴക്കുണ്ടാക്കണ്ട. എന്നാ ഞാൻ ഒരു ഐഡിയ പറയട്ടെ. എന്താ ഐഡിയ? ചുറ്റും നോക്കിയാ ഈ പാറുണ്ടെങ്കിൽ പമ്മി പമ്മി നിൽക്കും. അന്നങ്ങ് സ്റ്റാച്ചുവും പറയും. അമ്മ പറയാൻ വന്ന കാര്യം പറ. നമ്മൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കാം. എന്ത് എഗ്രിമെന്റ്? നീ എൻ്റെ അടുത്തും ഞാൻ നിന്റെ അടുത്തും സ്റ്റാച്ചു പറയാൻ പാടില്ല. അതുകൊണ്ട് എന്താ കാര്യം? അപ്പൊ അത്രയും പ്രശ്നം ഒതുങ്ങി കിട്ടിയില്ലേ? പക്ഷെ ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം? ഇത് വേറെ ആരും അറിയരുത്, നമ്മൾ മാത്രമേ അറിയാവൂ. ആരും അറിയാതെ നീയും കൂടെ നോക്കിയാൽ മതി, പ്രത്യേകിച്ച് ആ പാറു. അപ്പൊ ഡീൽ? ഡീൽ. ചേച്ചമ്മ സ്റ്റാച്ചു. കൊള്ളാം, നിങ്ങളുടെ ഡീല് കൊള്ളാം. കളിയിൽ അലമ്പാണിച്ച ഇങ്ങനെ ഇരിക്കും. 5 മിനിറ്റ് അങ്ങനെ തന്നെ നിൽക്കും. ഇനിയും ഇതിന്റെ അടി തന്നെ സേഫ്. സ്റ്റാച്ചു ആയിരുന്നു. നോക്ക്, അത് തന്നെ വേണം. രണ്ടിനൊട്ടേ 2 കൊടുക്കാൻ പറ്റിയ അവസരം അല്ലേ? കൊള്ളാം. മെർലിൻ സ്റ്റാച്ചു. ஆஹா 3 ஸ்டாச்சு எங்கிட்ட விளையாடினா இப்படிதான் இருக்கும். நிக்கிற நிப்ப பாரு, சூப்பர். സ്റ്റാച്ചു 1 2 3 4 സ്റ്റാച്ചുകൾ. കൊള്ളാം. സ്റ്റാച്ചു എന്തുവാടി നീ പറഞ്ഞേ? വിപ്ലവം ജയിക്കട്ടെന്നോ? വിപ്ലവം ജയിക്കട്ടെടി. എല്ലാം ഇവിടെ നിൽക്ക് കേട്ടോ. ആഹാ എന്ത് രസം കാണാൻ. அம்மா வேண்டாம். ഇല്ല, ഞാൻ വെറുതെ ഒന്ന് നോക്കിയെന്നുള്ളതേ ഉള്ളൂ. ஐயோ நீங்க பயப்படுத்திட்டு இருக்கீங்க என்ன. പണ്ടും ഇങ്ങനെയൊക്കെയുള്ള കളികളുണ്ടായിരുന്നു, വേറെ രൂപത്തിലൊക്കെ ആയിരുന്നു എന്നുള്ളതേ ഉള്ളൂ. ஆமா ஆமா, ஆனா இந்த விளையாட்டுல ஒரு 20 நிமிஷம் ரொம்ப சொஸ்தமா இருக்கு. எப்ப திடீர்னு வருவாங்கன்னு தெரியவே மாட்டேங்கிறது. പക്ഷെ നമ്മൾ തമ്മിലേ ഇനി കുറച്ച് സമയമുള്ളൂ, മിനിറ്റുകളേ ഉള്ളൂ സ്റ്റാച്ചു പറയാൻ. அம்மா அது நினைக்கிறச்சே எனக்கு பயமா இருக்கு. நீங்க முன்னாடி சொன்ன மாதிரி அந்த டீல்ல போலாமா? நீங்க எங்கிட்டையும் நான் உங்கள்கிட்டையும் ஸ்டாச்சு சொல்ல மாட்டேன். അങ്ങനെ വഴിക്ക് വാ. അത് തന്നെയല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. ഉറപ്പാണല്ലോ? அப்ப சொன்னப்போ எனக்கு புரியல.
ഇപ്പൊ നല്ല പുരിയുത്. എന്നാ ഉറപ്പാണല്ലോ. ഡീൽ. ഓക്കെ, ഇനി മാറ്റമില്ലല്ലോ. ഇല്ല. ഇച്ചിരി വെള്ളം കുടിച്ചോട്ടെ. അമ്മമ്മേ, നമുക്കൊന്ന് കാണണം കേട്ടാ. ഒരു 20 മിനിറ്റ് കഴിയട്ടെ. ഒരു 25 മിനിറ്റ് കഴിഞ്ഞ് ആന്റീനെ ഞാൻ ഒന്ന് കാണുന്നുണ്ട്. മെർലിൻ എന്ത്? കണ്ടില്ലെന്നാ? ഇല്ല. അവളെ ബുദ്ധി ഉപയോഗിച്ച് കളിക്കുവാണ് കേട്ടാ. അവളെ ഞാൻ പൊക്ക് നോക്കിക്കോ. മാവിന്റെ മേളിൽ കയറിയിട്ടാണെങ്കിൽ അവളെ ഞാൻ പൊക്കിയിരിക്കും, ഉറപ്പാ. മൂത്തൊരു കള്ളത്തരം. ഒരു കള്ളത്തരവും ഇല്ല. ശരി, നിനക്ക് കള്ള ലക്ഷണം ഉള്ളതെന്ന് തോന്നുന്നതാ. എല്ലാരും പറയും അമ്മൂമ്മയുടെ മോച്ചായി എനിക്ക്. ഇനി നമ്മൾ തമ്മിൽ സ്റ്റാച്ചു പറയാൻ കുറച്ച് സമയമുള്ളൂ. என்னம்மா இப்படி எல்லாம் சொல்றீங்க? நாம தானே டீல் போட்டோம், நீங்க எங்கிட்டையும் நான் உங்கள்கிட்டையும் ஸ்டாச்சு சொல்ல மாட்டோம்னு. பின்ன என்ன நிமிஷம் மினிட் எல்லாம் சொல்றீங்க? ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളു കനകം. ഭയം കൊടുത്താതീങ്കമ്മാ. അമ്മൂമ്മേ, കനകന്റെ ആ ലച്ചു ചേച്ചി എവിടെ? ലച്ചു ചേച്ചി ഇവിടൊക്കെ തന്നെ ഉണ്ട്. മെർലിൻ, നീ എന്നെ ഹൈഡ് ആൻഡ് സീക്ക് വിളയാടിട്ട് ഇരിക്കിയാ? എന്റെ കനകാന്റി, സമയമാകുമ്പോ എല്ലാരും കൂടി ഇങ്ങ് വരും. അതാ ഞാൻ ഈ ഒളിച്ചു കളിക്കുന്നേ. അതെ, പാറും ഗൗരിയമ്മായിയാണ് എന്റെ ലക്ഷ്യം. ആണോ? ആ, അതില്ലേ, ഞാൻ ഇവിടെ വന്ന കാര്യം ആരോടും പറയണ്ട. ഞങ്ങൾ ആരോടും പറയില്ല. ആ, എന്നാ ഞാൻ പോയി വിളിക്കട്ടെ. നിങ്ങൾ പെട്ടെന്ന് വിളിക്കേ. ഓക്കെ. പിള്ളേരുടെ കൂടെ ഇങ്ങനെ കളിക്കാനൊക്കെ ഭയങ്കര രസമല്ലയോ? നല്ല രസംதான். ആനാ ടൈം ആർച്ച കൊഞ്ചം ഭയംതാ. നമ്മൾ തമ്മിൽ കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാം പറഞ്ഞുറപ്പിച്ചിട്ടില്ലയോ? പിന്നെന്താ? அது கரெக்ட். அது நீங்க திருப்பி திருப்பி சொல்லறச்சதான் எனக்கு நிம்மதி. ഒപ്പോ കനകം. മെർലിൻ ചേച്ചിയെ കണ്ട? மெர்லின் ചേച്ചി இப்பதான் வந்துட்டு போனா. ஒன்னு சொன்னா உன்னைத்தான் டார்கெட் பண்றேன்னு. அதனால ரொம்ப ஜாகிரதையா இருந்துக்கோ. അതെനിക്കറിയാം. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ആ, അമ്മായി എവിടെ? ആ കുരിപ്പിനെയാണ് കുറെ നേരമായിട്ട് ഞാനും തപ്പിക്കൊണ്ടിരിക്കുന്നത്. അതാ ഞാനും നോക്കുന്നത്. നിങ്ങൾ ഒത്തുകളിക്കാൻ നോക്കൂലേ? ഒത്തുകളിയാ? എന്തോന്ന് ഒത്തുകളി? ആ കനകം, അത് പറഞ്ഞപ്പോഴാ സ്റ്റാച്ചു. അമ്മ അമ്മാന്നൊന്നുമില്ല, സ്റ്റാച്ചു പറഞ്ഞ സ്റ്റാച്ചു. വാ മക്കളെ, നമുക്ക് പോകാം. വാ. ഭാവി അമ്മൂമ്മേനെ ഒരുപാട് അങ്ങോട്ട് വിശ്വസിച്ച് കളഞ്ഞല്ലേ. മൂളിക്കോ മൂളിക്കോ. സാരല്ല, പോട്ടെ. ആരുമില്ലേ? കുഴിപ്പള്ളത്ത് പോയാലോ? ഇവിടെ ഒരു പ്രൈവസി ഇല്ല. പോയി ചേച്ചി, സ്റ്റാച്ചു. സ്റ്റാച്ചു നിന്നെയൊക്കെ വിറ്റ കാശേ എന്റെ കയ്യിലുണ്ട്. ഞാനേ ആ ചെടിയുടെ മൂട്ടിലേ ഒളിച്ചിരിക്കുമായിരുന്നു, മനസ്സിലായോ? എങ്ങനെ ഒളിച്ചിരിക്കുമായിരുന്നു.
നിന്റെ ഒന്നും ന്യൂജൻ ബുദ്ധിയല്ല, ഞങ്ങൾ പ്രായമായവരുടെ. മനസ്സിലായോ? എന്നോടോ കളി? ഞാൻ ലക്ഷ്യേച്ചിക്ക് ഗോ പറഞ്ഞു. താങ്ക് യു. ആഹാ, എന്നാ ഞാൻ പാറുവിന് ഗോ പറഞ്ഞു. താങ്ക്സ്. அப்படின்னா நான் மெர்லினுக்கு கோ சொன்னேன். താങ്ക് യു നന്ദി. അങ്ങനെയാണെങ്കിൽ കനകേച്ചിക്ക് ഞാൻ ഗോ പറഞ്ഞു. அப்பா கடவுளே, താങ്ക്സ് ഗൗരി. ഇതെങ്ങനെ ശരിയാവും? ഞാൻ ഗൗരിക്ക് സ്റ്റാച്ചു പണി നിർത്തിയേക്കുമല്ലയോ? ഇത് ശരിയാകത്തില്ല. അമ്മമ്മ സ്റ്റാച്ചു അനങ്ങരുത്. ഇത് കഴിയുമ്പോഴേ എന്റെ വക അടുത്ത സ്റ്റാച്ചു. ഓക്കെ? ലച്ചു ചേച്ചിയുടെ കഴിയുമ്പോ എന്റെ ഉണ്ടേ. அப்படின்னா என்னோடதும் ஸ்டாச்சு. ആഹാ, അടിപൊളി. അപ്പൊ 5, 10, 15, മൊത്തം ഒരു 20-15 മിനിറ്റ് ഒക്കെ ആകുമ്പോ ഇങ്ങനെ തന്നെ നിക്കണ്ട വരും. ഞാൻ എന്ത് ചെയ്യണി? എടോ താങ്കോ ആ ഇഷ്ടിക കക്ഷത്തിൽ ഇറക്കി വൈ. താങ്ക് യു. പടവരെ ഭവാനി. ആഹാ, അപ്പൊ എല്ലാവരും ഒന്നായില്ലയോ? ആയി. അയ്യോ, ഞാൻ ഈ കളിക്കില്ല. എന്റെ കൈയും കാലും ഒക്കെ വേദന എടുക്കുന്നു, മുട്ടും വേദന എടുക്കുന്നു. അയ്യോ, ഞാൻ പ്രായമുള്ളതല്ലേ. ഇത് ചീറ്റിംഗ് ആണ്. കൊച്ചുനാളെ പോലെ ഈ കളിക്ക് എനിക്ക് ഇഷ്ടമില്ല. അതൊന്നും പറഞ്ഞ പറ്റൂല. ഞാൻ പോവാ, ഞാൻ പോവാ. എന്നെ വെറുതെ വിടുവോ? என்னெல்லாம் சொன்ன? என்னெல்லாம் சொன்ன? டீலு. സ്റ്റാച്ചു. അയ്യോ, നാട്ടുകാരെ ഓടിവായോ, എന്നെ എല്ലാവരും സ്റ്റാച്ചു ആക്കി നിർത്തിയേക്കുന്നേ. ഓടിവായേ, എന്റെ കാല് വയ്യാത്ത അമ്മേ, എന്റെ മുട്ട് വയ്യാത്ത അമ്മേ. എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.